കഥയുടെ പേര് ഔഫ് വിഡേർ സെയിൻ. ഡോക്ടർ സിനി ജോയ്സിൻ്റെ എറമോസ് മലഞ്ചെരുവിലെ ആശയർ എന്ന കഥാസമാഹാരത്തിൽ നിന്ന്. ലൈബ്രറി അടയ്ക്കുവാൻ സമയമായിരുന്നെങ്കിലും ജോൺ എഴുന്നേറ്റില്ല. പുറത്തിറങ്ങിയാൽ കൂട്ടുകാരുടെ കണ്ണിൽപ്പെടും. കുനിഞ്ഞ് ലാപ്ടോപ്പിൽ കണ്ണും നട്ട് അവനിരുന്നു. ഹായ് ജോൺ, നിങ്ങളിവിടെ എന്തെടുക്കുകയാണ്? എവിടെയെല്ലാം ഞങ്ങൾ തിരഞ്ഞു. എമ്മ വോൾട്ടർ മുന്നിൽ വന്നു നിന്നു. താൻ ഒളിച്ചിരിക്കുകയായിരുന്നുവെങ്കിലും ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അവൻ തല ഉയർത്തി നോക്കി. ഓ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എമ്മ. എന്താ വിശേഷിച്ച്? വീക്കെൻഡ് പിക്നിക്കിന് പോകുന്ന കാര്യം മറന്നുപോയോ? കാര്യങ്ങൾ തീരുമാനിക്കുവാൻ ഇന്ന് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് മറന്നോ? എല്ലാവരും വന്നിരുന്നു. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. എല്ലാവരും ജോൺ എവിടെയെന്ന് ചോദിച്ചു. സ്ഥലം മുൻപ് പറഞ്ഞിരുന്ന പോലെ ലണ്ടൻ വെറ്റ്ലാൻഡ് സെൻറ്റർ തന്നെ. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് പുറപ്പെടണം. ജർമ്മൻ കലർന്ന ഇംഗ്ലീഷിൽ അവൾ പറഞ്ഞു. ഓ സോറി അമ്മ, എനിക്ക് രാവിലെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ. നിങ്ങൾ രാവിലെ പൊയ്ക്കോളൂ, ഞാൻ പുറകെ എത്താം. ഉച്ചയോടെ ഞാൻ ജോയിൻ ചെയ്തോളാം. ഞായറാഴ്ച രാവിലെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് എമ്മയെ ഒരു കണക്കിന് അവൻ പറഞ്ഞു വിട്ടു. ഒരു പിക്നിക്കിന് വേണ്ടി ഞായറാഴ്ചയിലെ ആരാധന മുടക്കുവാൻ അവന് മനസ്സിലായിരുന്നു. ആ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഉച്ചയോടെ വെറ്റ്ലാൻഡ് സെൻറ്ററിലെത്തിയെങ്കിലും കൂട്ടുകാരുടെ മുഖത്ത് പരിഭവമുണ്ടായിരുന്നു. തിരിച്ചു പോരുമ്പോൾ എമ്മയുടെ കാറിലാണ് അവൻ വന്നത്. രാവിലെ കൂടെ ചെല്ലാതിരുന്നതിൻ്റെ കാരണം അവൾ ചോദിക്കരുതേ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതുതന്നെ സംഭവിച്ചു. ജോൺ, ഇന്ന് രാവിലെ എവിടെയായിരുന്നു? ഇത്ര വലിയ സീരിയസ് അപ്പോയിൻമെൻറ്റ്? അത് എനിക്ക് കിങ്സ് ക്രോസിലൊരു ആവശ്യമുണ്ടായിരുന്നു. ജോൺ ശരിയുത്തരം കൊടുക്കാതെ ഒഴിഞ്ഞുമാറി. കിങ്സ് ക്രോസിൽ? എമ്മ വിടുന്ന ലക്ഷണമില്ല. എമ്മ, ഇന്ന് ഞായറാഴ്ചയല്ലേ? എനിക്ക് ചർച്ചിൽ പോകണമായിരുന്നു, കിങ്സ് ക്രോസിനടുത്ത്. പിന്നെ ഒളിക്കാൻ ശ്രമിക്കാതെ അവൻ പറഞ്ഞു നിർത്തി. കമോൺ ജോൺ, നിങ്ങൾ ഇത്ര റിലീജിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോ സില്ലി. അതെ അമ്മ, അത് എനിക്ക് വളരെ പ്രധാനമുള്ളതാണ്, പിക്നിക്കിനേക്കാൾ. പിന്നെ കൂട്ടുകാരെയും ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കൂടെ വരുന്നതും ഒക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ വെറ്റ്ലാൻഡ് സെൻറ്ററിലേക്ക് ഉച്ചയ്ക്ക് തന്നെ ഓടിക്കുതിച്ചെത്തിയത്. എമ്മ ഉത്തരമൊന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞിരുന്നു. ചർച്ചിൽ പോകുവാൻ ശഠിക്കുന്ന ഒരു മെഡിക്കൽ ഗവേഷകനെ അവൾ കാണുന്നത് ആദ്യമായിട്ടാണ്. എമ്മ വോൾട്ടർ ലിവർപൂൾകാരിയായ ബ്രിട്ടീഷ് ഡോക്ടറാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ വിദ്യാർത്ഥിനി. കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മെഡിസിനിൽ നിന്നും മെഡിസിനിൽ ബിരുദമെടുത്തതിന് ശേഷം LSHTMൽ പോസ്റ്റ് ഗ്രാജുവേഷന് വന്നിരിക്കുകയാണ്. എമ്മ കളങ്കമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. പെരുമാറ്റങ്ങളിൽ അവൾ ഏറെ കുലീനത പുലർത്തിയിരുന്നു. ആർഭാടങ്ങളില്ല, അലങ്കാരങ്ങളും. അവളുടെ പിതാമഹന്മാർ ജർമ്മനിയിൽ നിന്നുള്ളവരായിരുന്നു പോലും. എല്ലാ കാര്യങ്ങളിലും കൃത്യമായും ആത്മാർത്ഥതയും പുലർത്തിയിരുന്നവളായിരുന്നു എമ്മ. എങ്കിലും അവളിൽ ദൈവവിശ്വാസത്തിൻ്റെ ഒരു ചെറു കണിക പോലും ഇല്ലായിരുന്നു. എന്നു മാത്രമല്ല, അവൾ ദൈവമില്ല എന്നുവരെ ചിന്തിക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. പക്ഷേ പിക്നിക്കിന് ശേഷം എമ്മ എപ്പോഴും ജോണിനോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടു. എന്താ ജോൺ തല കുമ്പിട്ടിരിക്കുന്നത്? പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തല കുനിച്ചിരുന്ന ജോണിൻ്റെ പുറകിൽ നിന്ന് എമ്മ ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. അത് കേട്ട് ഇതെന്ത് ജീവി എന്ന മട്ടിൽ അവൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. ജോൺ, താങ്കളെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്ര റിലീജിയസ് ആയ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങൾ ഇന്ത്യക്കാർ പൊതുവെ മതഭക്തരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മെഡിക്കൽ ഡോക്ടർ, അതും ഒരു ഗവേഷകൻ, ഇത്ര റിലീജിയസ് ആവുന്നത് അത്ഭുതം തന്നെ. അന്ന് വൈകുന്നേരം ബ്രിട്ടീഷ് മ്യൂസിയത്തിന് എതിർവശത്തുള്ള മ്യൂസിയം ടാവേൺ റെസ്റ്റോറൻറ്റിലിരുന്ന് കോഫി കുടിക്കുമ്പോൾ എമ്മ ആശ്ചര്യപ്പെട്ടു. എമ്മയുടെ നിർബന്ധപ്രകാരം അവർ ഒരുമിച്ച് ഈവനിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അവളുടെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന ജർമ്മൻ വാക്കുകൾ എല്ലാം ഒന്നും അവന് മനസ്സിലായില്ല. എമ്മ, ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അതിൽ പ്രൊഫഷനോ പണമോ പ്രതാപമോ ഒന്നും പ്രസക്തമല്ല. ഇന്ത്യക്കാരനെന്നോ ബ്രിട്ടീഷുകാരനെന്നോ ഉള്ള ദേശവ്യത്യാസവുമില്ല. എത്ര വളർന്നാലും എവിടെ ജീവിച്ചാലും മനുഷ്യൻ തന്നെ. ജനന മരണങ്ങളെങ്കിലും എല്ലാവരും ഒരുപോലെയാണ്. ദൈവമായുള്ള ബന്ധം, അതുമാത്രമാണ് നിലയ്ക്കാത്തത്. അതാണ് ഏറ്റവും പ്രധാനം. അതെൻ്റെ കൺവിക്ഷനാണ്. ആർക്കും തകർക്കുവാൻ കഴിയാത്ത എൻ്റെ കൺവിക്ഷൻ. ജോണിൻ്റെ വാക്കുകൾ അവൾക്ക് മനസ്സിലായില്ലെന്ന് അവന് തോന്നി. പക്ഷേ വിശദീകരിക്കുവാൻ അവൻ തുനിഞ്ഞില്ല. എമ്മ,
ജീവിതം വളരെ ചെറുതാണ്. അത് വെച്ച് പന്താടുവാൻ ഞാനില്ല. ഞാൻ നിത്യതയിൽ വിശ്വസിക്കുന്നു, കർത്താവും രക്ഷകനും മഹാദൈവമായ യേശുക്രിസ്തുവിലും. അത്രയും പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു. തിരിച്ച് ബ്ലൂം സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തണുപ്പുള്ള കാറ്റിൽ അലസമായി ഇളകുന്ന സ്വർണ്ണ നിറമുള്ള മുടിയിഴകൾ ഇടയ്ക്കിടയ്ക്ക് കോതി ഒതുക്കിക്കൊണ്ട് അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും താൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവന് തോന്നി. നടക്കുമ്പോൾ അവൾ തന്നോട് കൂടുതൽ ചേർന്ന് നടക്കുന്നത് അവൻ ശ്രദ്ധിക്കാതിരുന്നില്ല. എൻ്റെ മമ്മ വളരെ ഭക്തയാണ് കേട്ടോ ജോൺ. താങ്കളെപ്പോലെ തന്നെ. ഷീസ് എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ലൈക്ക് യു. സ്റ്റോർ സ്ട്രീറ്റ് ജംഗ്ഷനിൽ വെച്ച് തമ്മിൽ പിരിയുമ്പോൾ എമ്മ കൂട്ടിച്ചേർത്തു. ലൈബ്രറിയിലും കഫറ്റേരിയയിലും സെമിനാർ ഹാളിലും എമ്മ വോൾട്ടർ ബോധപൂർവം അവസരങ്ങളുണ്ടാക്കി തന്നെ കാണുവാൻ വരുന്നതും അരികെ വന്നിരുന്ന് മെഡിക്കൽ വിഷയങ്ങളിലെ സംശയങ്ങൾ ചോദിക്കുന്നതും ജോൺ ശ്രദ്ധിച്ചു. ബൈബിളിലെ സദൃശവാക്യങ്ങളിൽ സ്ത്രീയോടുള്ള പുരുഷൻ്റെ വഴികൾ അതിവിസ്മയമായി ആഗൂർ പറഞ്ഞിരിക്കുന്നതിൽ ഒട്ടും വിസ്മയം കുറഞ്ഞതല്ല പുരുഷനോടുള്ള സ്ത്രീയുടെ വഴികളും എന്ന് ജോണിന് തോന്നി. എല്ലാവരും വളരെ തിരക്കിലായിരുന്നു. യോർക്കിലെ മെഡിക്കൽ കോൺഫറൻസിനുള്ള പ്രബന്ധങ്ങൾ ഒരുക്കുന്ന തത്രപ്പാടിലായിരുന്നു വിദ്യാർത്ഥികളും ഗവേഷകരും. 3 ദിവസത്തെ കോൺഫറൻസ് കഴിഞ്ഞു. LSHTMൽ നിന്നുള്ള പ്രബന്ധങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടു. ദിവസങ്ങളോളം നീണ്ടുനിന്ന അധ്വാനവും ഉറക്കമിളപ്പും ടെൻഷനും കാരണം എല്ലാവരും തളർന്നിരുന്നു. ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മെഡിസിനിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ സെമിനാറിന് കൂടി പങ്കെടുക്കേണ്ടിയിരുന്നതുകൊണ്ട് ഒരു രാത്രിയിലെ വിശ്രമത്തിന് ശേഷം എല്ലാവരും രാവിലെ തന്നെ യോർക്കിൽ നിന്നും യാത്ര തിരിച്ചു. നേരത്തെ തന്നെ നാഷണൽ എക്സ്പ്രസ് ബസ്സിൽ സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ മുൻഭാഗത്ത് തന്നെ ജോണിന് വിൻഡോ സീറ്റ് കിട്ടി. തൊട്ടടുത്ത സീറ്റിൽ ആരും വരാത്തതുകൊണ്ട് ഹാൻഡ് റെസ്റ്റ് ഉയർത്തിവെച്ച് അവൻ വിശാലമായിരുന്നു. യോർക്കിൽ നിന്ന് പുറപ്പെട്ടു. എങ്കിലും വഴിയിൽ ട്രാഫിക് വളരെ കൂടുതലായിരുന്നതുകൊണ്ട് ബസ് M62 ഹൈവേയിലേക്ക് കയറുവാൻ വൈകി. ജോൺ പതിയെ ഉറങ്ങിപ്പോയി. വേരാവാങ് പ്രിൻസസ് സുഗന്ധം ചുറ്റും പരക്കുകയും അടുത്ത സീറ്റിൽ ആരോ ഇരിക്കുന്നു എന്ന് തോന്നുകയും ചെയ്തപ്പോഴാണ് ജോൺ കണ്ണു തുറന്നത്. ജോൺ, നിങ്ങൾ ഉറങ്ങുന്നത് കണ്ട് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി എമ്മയെ അടുത്ത സീറ്റിൽ കണ്ട് അവൻ കണ്ണു തുറന്നു. എമ്മ, നീ എവിടെ നിന്ന് ബോർഡ് ചെയ്തു? ഞാൻ നോർത്ത് കെവിൽ നിന്ന് കയറി. അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. എമ്മ സൺഗ്ലാസ് ബാഗിൽ വെച്ച് സീറ്റിൽ ചാരിയിരുന്നു. തൻ്റെ അടുത്ത സീറ്റ് മനസ്സിലാക്കി അവൾ ബുക്ക് ചെയ്തതാണോ എന്ന് അവൻ ചോദിച്ചില്ല. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ ശുദ്ധമനസ്സുകാരിയായ അവൾ അത് നേരത്തെ തന്നെ പറയുമായിരുന്നു എന്ന് ജോണിനറിയാം. എമ്മ ഉന്മേഷവതിയായിരുന്നു. ലിവർപൂളിലെ സെമിനാറിനേക്കാൾ ലിവർപൂൾ അവളുടെ നാടായിരുന്നതിനാൽ കുടുംബാംഗങ്ങളെ കാണുവാനുള്ള തിടുക്കത്തിലായിരുന്നു അവൾ. കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കും അത്ര വിലയൊന്നും കൽപ്പിക്കാത്ത ആ നാട്ടിൽ അവൾ വ്യത്യസ്തയായിരുന്നു. M62 നാഷണൽ എക്സ്പ്രസിൻ്റെ കെയ്റ്റാനോ ലെവാൻ്റെ കോച്ച് ഒഴുകി നീങ്ങി. ജോൺ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കൊച്ചു കൊച്ചു കുന്നുകളും താഴ്വരകളുമാണ് റോഡിന് ഇരുവശങ്ങളിലും. പരവതാനി വിരിച്ചതുപോലെ പുൽമേടുകൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നു. ആട്ടിൻകൂട്ടങ്ങൾ പറ്റം പറ്റമായി താഴ്വാരങ്ങളിൽ മേയുന്നു. ഏറെ പഴക്കം തോന്നിക്കുന്ന ഫാം ബംഗ്ലാവുകൾ അകലങ്ങളിൽ അങ്ങിങ്ങായി കുന്നുകളിൽ തല ഉയർത്തി നിൽക്കുന്നു. എല്ലാം പുലർകാല മഞ്ഞിൻ്റെ ധൂമപ്പാളികൾ പുതച്ചു നിൽക്കുകയാണ്. ഉദയസൂര്യൻ്റെ വെള്ളിനൂലുകൾ മഞ്ഞിൻ്റെ മൂടുപടത്തിൽ ഇഴകൾ നെയ്ത് തുടങ്ങുന്നതേയുള്ളൂ. ഇംഗ്ലണ്ട് മനോഹരമാണ് അല്ലേ ജോൺ? അതേ അമ്മ, മനോഹരമാണ്. പക്ഷേ ആവർത്തന വിരസമാണ് ചിലപ്പോഴൊക്കെ. പരിസരങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ. കെട്ടിടങ്ങളുടെ മാതൃകകളും ഏറെക്കുറെ അങ്ങനെ തന്നെ. എനിക്ക് ഇന്ത്യയാണ് കൂടുതൽ ഇഷ്ടം. വൈവിധ്യങ്ങളുടെ നാട്. എൻ്റെ നാട് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് തിളക്കം കൂടി. ഞാൻ ഏറെ കേട്ടിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ച്. ഇന്ത്യ എനിക്കും ഇഷ്ടമാണ്. എമ്മ അവനോട് ചേർന്നിരുന്നു. ഇന്ത്യയിൽ മാതാപിതാക്കളാണ് മക്കളുടെ ജീവിത പങ്കാളികളെ കണ്ടു നിശ്ചയിക്കുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയെ സ്വയം നിശ്ചയിക്കുന്നത് തെറ്റാണോ ജോൺ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. കുറച്ചു നേരം ജോൺ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവൻ തല ഉയർത്തി. രണ്ടും തെറ്റാണ് അമ്മ. പങ്കാളിയെ നിശ്ചയിക്കേണ്ടത് ദൈവമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അത് കണ്ടെത്തുന്നത് മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിരിക്കും. സ്വയം കണ്ടെത്തുകയുമാവാം. ആര് കണ്ടെത്തുന്നു എന്നുള്ളതല്ല, കണ്ടെത്തുന്ന വ്യക്തി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ആളാണോ എന്നതാണ് പ്രധാനം. പിന്നെ അതൊക്കെ ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ. മറ്റുള്ളവർക്ക് എങ്ങനെയുമാകാം. ജോൺ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന തീക്ഷ്ണമായ പ്രണയത്തിൻ്റെ സ്ഫുരണങ്ങൾ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ജോൺ, അവൾ കൂടുതൽ അവനോട് അടുത്തിരുന്നു. നേരത്തെ ഹാൻഡ് റെസ്റ്റ് ഉയർത്തി വെച്ചത്
തന്നെ ഇങ്ങനെയൊരു വിഷമസന്ധിയിൽ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അപകടകരമായ ഒരു ദൂരക്കുറവ് അവർക്കിടയിൽ സംഭവിക്കുന്നത് അവൻ അറിഞ്ഞു. ജോൺ വിൻഡോയോട് ചേർന്നിരിക്കാൻ ശ്രമിച്ചു. ജോൺ, അവൾ എന്തോ പറയുവാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ജോൺ അവളുടെ മുഖത്തേക്ക് നോക്കി. എമ്മ അവളുടെ കൈ ജോണിൻ്റെ കൈയുടെ മുകളിൽ വെച്ചു. ജോൺ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അവൾ ഒരു വിധത്തിൽ അത് പറഞ്ഞൊപ്പിച്ചു. ജോൺ അവളെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു നേരത്തേക്ക് അവൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ പതിയെ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടക്കുറവൊന്നുമില്ല എമ്മ. നീ മറ്റ് ബ്രിട്ടീഷ് ചെറുപ്പക്കാരികളിൽ നിന്നും വ്യത്യസ്തയാണ്. നല്ല സ്വഭാവമുള്ളവൾ, മെഡിക്കൽ ഡോക്ടർ. ഇത്ര കുലീനയായ പെരുമാറ്റമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയുമാണ് നീ. പക്ഷേ... എന്താണ് ജോൺ പക്ഷേ? നിങ്ങളുടെ മനസ്സിൽ മറ്റാരെങ്കിലും? അവളുടെ കണ്ണുകളിൽ പരിഭ്രമം. ഇല്ല എമ്മ, അങ്ങനെ ആരുമില്ല എൻ്റെ മനസ്സിൽ. അവൻ പുഞ്ചിരിച്ചു. പിന്നെ? എൻ്റെ കൺവിക്ഷൻസ് ആൻഡ് പ്രയോറിറ്റീസ് വളരെ വ്യത്യസ്തമാണ് എമ്മ. നിനക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവൾ കുറച്ചു നേരത്തേക്ക് നിശബ്ദയായി. പിന്നെ പറഞ്ഞു, അത് കുഴപ്പമില്ല ജോൺ. എനിക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവളുടെ വാക്കുകൾ ദുർബലമായിരുന്നു. പ്രണയത്തിന് അങ്ങനൊരു പ്രശ്നമുണ്ട് എമ്മ. എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ, ചേർച്ചക്കുറവുകളുണ്ടെങ്കിലും പ്രണയത്തിൻ്റെ കണ്ണടയിലൂടെ നോക്കുമ്പോൾ അതൊക്കെ നിസ്സാരങ്ങളായി തോന്നും. അഡ്ജസ്റ്റ് ചെയ്യാമെന്നും കരുതും. എന്നാൽ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിയുമ്പോൾ പ്രണയജ്വാലകളടങ്ങും. യാഥാർത്ഥ്യങ്ങളുമായി അഭിമുഖം നിൽക്കുമ്പോൾ പണ്ട് കാണാതിരുന്ന വൈരുദ്ധ്യങ്ങൾ തെളിയും. പൊരുത്തക്കേടുകൾ പുറത്തു വരും. കുടുംബജീവിതം ഒരു സമരഭൂമിയായി മാറും. അവനൊന്നു നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. ഒരു ആയുസ് മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല എമ്മ. ഏറെക്കുറെ ഒരേ ബോധ്യങ്ങളുള്ളവർക്ക് മാത്രമേ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂ, അവൻ പറഞ്ഞവസാനിപ്പിച്ചു. എമ്മ ജോണിൻ്റെ കൈക്ക് മുകളിൽ വച്ചിരുന്ന തൻ്റെ കരം പതിയെ എടുത്തു മാറ്റി. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരടർന്ന് അവൻ്റെ കൈമേൽ വീണു. അവനത് തുടച്ചു കളഞ്ഞില്ല. എമ്മ, നിന്നെപ്പോലെ ഒരു നല്ല സുഹൃത്ത് എനിക്കിവിടെയില്ല. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും, ജോൺ പതിയെ മന്ത്രിച്ചു. എമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ അകലെ താഴ്വരകളിൽ ഇടയനില്ലാതെ മേയുന്ന ആട്ടിൻകൂട്ടങ്ങളിൽ മിഴി നട്ടിരുന്നു. ജോൺ തെളിഞ്ഞു കിടന്ന അനന്തമായ ആകാശ നീലിമയിലേക്ക് നോക്കിയിരുന്നു. നീലാകാശത്തിൻ്റെ വിരിമാറിലൂടെ കുറുകെ നീണ്ടുകിടക്കുന്ന വെള്ളിവരകൾ ജെറ്റ് വിമാനങ്ങൾ കടന്നുപോയതിൻ്റെ അവശേഷിക്കുന്ന അടയാളങ്ങളാണ്. മെല്ലെ മെല്ലെ മാഞ്ഞു പോകുമെങ്കിലും കുറേ നേരത്തേക്ക് ആ നേർരേഖകൾ മായാതെ കിടക്കും. ജോൺ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാം. ബസ് ലിവർപൂളിനടുക്കാറായപ്പോൾ എമ്മ പറഞ്ഞു. സോറി എമ്മ, ഞാൻ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് മുഴുവൻ നേരത്തെ കൊടുത്തതാണ്. അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും ഞാൻ നിൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കാം. ജോൺ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു. മിസ്റ്റർ വോൾട്ടർ, ഈ ഭവനം മനോഹരമായിരിക്കുന്നു. ഞാൻ നൂറ്റാണ്ടുകൾ പുറകോട്ട് പോയതുപോലെ. എമ്മായുടെ വീട്ടിൽ ഡിന്നറിനിരിക്കുമ്പോൾ ജോൺ പറഞ്ഞു. ലിവർപൂളിൽ നിന്ന് മടങ്ങുന്നതിന് തലേ ദിവസം എമ്മായുടെ ക്ഷണം സ്വീകരിച്ച് അവളുടെ വീട്ടിൽ ഡിന്നറിനെത്തിയതാണ് ജോൺ. ഡാങ്ക്. മിസ്റ്റർ വോൾട്ടർ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞത് നന്ദി എന്നാണെന്ന് അവന് മനസ്സിലായി. എമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കാണത്. ഇംഗ്ലീഷുകാർ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നെനിക്കറിയാം. ഞങ്ങൾ നേരെ മറിച്ചാണ് മിസ്റ്റർ വോൾട്ടർ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഭക്ഷണമേശയിലാണ്. താങ്കൾ ക്ഷമിക്കുമല്ലോ. ജോൺ ക്ഷമാപണം നടത്തി. അത് കുഴപ്പമില്ല ഡോക്ടർ ജോൺ. എമ്മ അത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇന്ത്യക്കാർ സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടവുമാണ്. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത എത്ര സ്വരങ്ങളാണ് നിങ്ങളുടെ ഭാഷയിൽ. മിസ്റ്റർ വോൾട്ടർ ചിരിച്ചു. അതിമനോഹരമായ ഒരു വലിയ ഭവനമായിരുന്നു അത്. മരത്തിൽ ലോഹം കെട്ടിയ വലിയ ഫർണിച്ചറുകളും ചുവരിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന പഴയ വാൾ ക്ലോക്കും ചുമരിനു മുകളിലെ വാൾ ബാരോമീറ്ററും റെയിൻഡിയറുകളും ഹിമക്കരടികളുടെയും മൗണ്ട് ചെയ്തു വച്ച തലകളും പ്രതിമകളും തിളങ്ങുന്ന സുവർണ ഫലകങ്ങളും പരവതാനികളും അലങ്കരിച്ച വിക്ടോറിയൻ മാതൃകയിലുള്ള ഒരു വലിയ വീട്. മിസ്റ്റർ വോൾട്ടറിനും മിസ്സിസ് ഏഞ്ചലോ വോൾട്ടറിനും 3 മക്കളാണ്. ഇളയവളാണ് എമ്മ. മൂത്ത 2 പെൺമക്കളും സ്കോട്ട്ലാൻഡിൽ കുടുംബമായി താമസിക്കുന്നു. മിസ്റ്റർ വോൾട്ടർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ജർമ്മൻ വാക്കുകൾ എല്ലാം ഒന്നും അവന് മനസ്സിലായില്ല. എങ്കിലും അവൻ തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു. അവർ ജർമ്മൻ വംശജരാണെന്ന് എമ്മ നേരത്തെ പറഞ്ഞത് അവൻ ഓർത്തു. ഇംഗ്ലണ്ടിൽ വരുന്ന ഇന്ത്യക്കാർ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയാണല്ലോ പതിവ്.
മക്കളുടെ ഭാവിയും ജോലി സാധ്യതകളും ഒക്കെ പരിഗണിച്ചായിരിക്കും. ഏഷ്യക്കാരെല്ലാം അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അതാണ് നല്ലതും. ദിസ് ഈസ് ഗ്രേറ്റ് ബ്രിട്ടൻ, ഡോക്ടർ ജോൺ. അഭിമാനത്തോടെ മിസ്റ്റർ വോൾട്ടർ പറഞ്ഞ വാക്കുകൾ അത്ര അവസരോചിതമായെന്ന് അവന് തോന്നിയില്ല. മിസ്റ്റർ വോൾട്ടർ, എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ വെമ്പുന്ന മനസ്സുള്ളവരുമുണ്ട്. ഇന്ത്യയുടെ മഹത്വം മനസ്സിലാക്കുന്നവർക്ക് ഇംഗ്ലണ്ടിൽ തങ്ങുവാനാകില്ല. പിന്നെ ജോലിയും സൗകര്യങ്ങളുമൊക്കെ ഏറ്റവും വലുതായി കാണുന്നവരെ കുറ്റം പറയാനുമാവില്ല. അതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ വലിയ ആശങ്കകളല്ലേ? ജോൺ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ ജോൺ, ഇന്ത്യയിലെയും ഇംഗ്ലണ്ടിലെയും ജീവിത നിലവാരങ്ങൾ തമ്മിൽ എങ്ങനെ തുലനം ചെയ്യുവാനാകും? നിങ്ങൾക്ക് സത്യമറിയാമല്ലോ. താങ്കളും ഗവേഷണം കഴിഞ്ഞ് ഇവിടെ തുടരുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദിസ് കൺട്രി ഈസ് ഗ്രേറ്റ്, ജോൺ. പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുമ്പ് മിസ്റ്റർ വോൾട്ടർ എമ്മയെ നോക്കുന്നത് ജോൺ ശ്രദ്ധിച്ചു. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയരേണ്ടതായിട്ടുണ്ട്. താങ്കൾ പറയുന്നത് സത്യം തന്നെ മിസ്റ്റർ വോൾട്ടർ. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ 15 മടങ്ങോളം വലിപ്പമുള്ള ഇന്ത്യയുടെ സമഗ്രമായ പുരോഗതിക്ക് കുറച്ച് കൂടുതൽ സമയമെടുക്കും. പിന്നെ നീണ്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ എല്ലാ സമ്പത്തും നൂറ്റാണ്ടുകളോളം ഒഴുകിയെത്തിയത് ഈ കൊച്ചു രാജ്യത്തേക്കല്ലേ? ബ്രിട്ടീഷ് മഹാറാണിയുടെ കിരീടം അലങ്കരിക്കുന്ന കൊഹിനൂർ രക്തം പോലും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ? കുറച്ചു സമയം കൂടി ഞങ്ങൾക്ക് വേണം ലോകരാജ്യങ്ങളെ മറികടക്കാൻ, മിസ്റ്റർ വോൾട്ടർ. അവൻ്റെ വാക്കുകളിൽ അല്പം ഗൗരവം നിറഞ്ഞിരുന്നു. മിസ്സിസ് വോൾട്ടർ പതിയെ വന്ന് ഭർത്താവിൻ്റെ പുറകിൽ നിന്നു. അയാളുടെ ചുമലിൽ പിടിച്ച് സൗമ്യമായി അവർ എന്തോ ജർമ്മൻ ഭാഷയിൽ മന്ത്രിച്ചു. യു ആർ റൈറ്റ്. ഇന്ത്യ നീഡ്സ് സം മോർ ടൈം, ഡോക്ടർ ജോൺ. യു ആർ റിയലി പാട്രിയോട്ടിക്. താങ്കൾ പറയുന്നത് ശരിയാണ്. ഇന്ത്യക്ക് കുറച്ച് സമയം കൂടെ ആവശ്യമാണ്. ഡോക്ടർ ജോൺ, നിങ്ങൾ ശരിക്കും ഒരു രാജ്യസ്നേഹി തന്നെ. മറ്റെന്തോ പറയുവാൻ ഒരുമ്പിട്ട മിസ്റ്റർ വോൾട്ടർ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. എൻ്റെ കുടുംബത്തിൽ ഞാൻ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായി തീരുമാനങ്ങളെടുക്കാം. നോക്കൂ, ഏഞ്ചല ഒരു ക്രിസ്ത്യാനിയാണ്. ഞാനൊരു നിരീശ്വരവാദിയും. മൂത്ത മക്കൾ രണ്ടും അമ്മയുടെ വഴിക്കാണ്. എമ്മായിക്കും എന്തു വേണമെങ്കിലും തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള ആരെയും വിവാഹം കഴിക്കാം. വീണ്ടും മിസ്റ്റർ വോൾട്ടർ അറിയാതെ എമ്മയെ നോക്കുന്നത് ജോൺ ശ്രദ്ധിച്ചു. അതൊരു നല്ല തീരുമാനമാണ് മിസ്റ്റർ വോൾട്ടർ. എമ്മ അവളുടെ ഡാഡിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണെന്നും മിസ്റ്റർ വോൾട്ടർ ആ ദൗത്യത്തിൽ ദയനീയമായി പരാജയപ്പെടുകയാണെന്നും മനസ്സിലാക്കിയ ജോൺ അതിന് മറ്റൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. ഈ ഡിഷ് വളരെ നന്നായിരിക്കുന്നല്ലോ. ഇതിൻ്റെ പേരെന്താണ്? കഴിച്ചുകൊണ്ടിരുന്ന വിഭവത്തെക്കുറിച്ച് ചോദിച്ച് ജോൺ സംസാരം തിരിച്ചുവിടാൻ ശ്രമിച്ചു. അത് ബ്ലാക്ക് പുഡിംഗ്, മിസ്റ്റർ വോൾട്ടർ മറുപടിക്ക് വൈകിയപ്പോൾ എമ്മ ഉത്തരം പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നിസ്സംഗത നിഴലിച്ചിരുന്നു. ജോൺ ഒന്ന് പരുങ്ങി. ബ്ലാക്ക് പുഡിംഗ്? ഗ്രീസിലെ അതിപുരാതനമായ വിഭവം. ഹോമറിൻ്റെ ഇലിയഡിൽ പരാമർശിച്ചിട്ടുള്ള പന്നിച്ചോരയും മാംസവും ചേർന്ന ഭക്ഷണം. വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, പരസംഗം എന്നിവ വർജിക്കേണ്ടത് ആവശ്യം എന്ന അപ്പോസ്തലന്മാരുടെ ലിഖിതം ഉള്ളിൽ തികട്ടി വന്നെങ്കിലും സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒരു ഭോജ്യവും വർജിക്കേണ്ടതില്ല എന്ന പൗലോസിൻ്റെ ബദൽ മൊഴികളിൽ ആശ്വസിച്ച് മനസാക്ഷിയുടെ അടുത്ത ചോദ്യം ഉയരുന്നതിന് മുൻപ് ജോൺ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചു. സ്തോത്രവും പറഞ്ഞു. എമ്മ ഭക്ഷണം കഴിച്ച് തീർത്തിട്ടില്ലാഞ്ഞതിനാൽ എല്ലാവരും എഴുന്നേൽക്കാതെ ഇരിപ്പിടങ്ങളിൽ തന്നെയിരുന്നു. പെട്ടെന്ന് തീന്മേശയിലെ മിസ്റ്റർ വോൾട്ടർ ഇരുന്നിരുന്ന പ്രധാന കസേരയ്ക്ക് പുറകിൽ ഭിത്തിയുടെ മധ്യഭാഗത്തായി കണ്ട തിളങ്ങുന്ന വലിയ ലോഹഫലകം മുറിയിലെ മെഴുകുതിരി നാളങ്ങളുടെ പ്രകാശത്തിൽ ജോൺ ശ്രദ്ധിച്ചു. ആ ഫലകത്തിലെ മുദ്രയിൽ ഒരു വശത്തെ കിന്നരത്തിൽ നിന്ന് പറന്നുയരുന്ന മാലാഖ. തിളങ്ങുന്ന വലിയ സുവർണ മുദ്രയ്ക്ക് താഴെ എഴുതിയിരുന്നു ഹൗസ് ഓഫ് ഓണോവർ. ബ്രിട്ടൻ ഭരിച്ചിരുന്ന വിക്ടോറിയ മഹാറാണി ഉൾപ്പെടുന്ന പ്രശസ്ത ജർമ്മൻ രാജവംശത്തിൻ്റെ ഗൃഹമുദ്ര. ജോൺ അറിയാതെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് മിസ്റ്റർ വോൾട്ടർ എന്തു പറ്റിയെന്നറിയാതെ പരിഭ്രമിച്ചു. മിസ്റ്റർ വോൾട്ടർ, ഹൗസ് ഓഫ് ഹനോവർ? അപ്പോൾ താങ്കൾ? ഹാ ഹാ ഹാ, നിങ്ങളുടെ ഭാവപകർച്ച കണ്ട് ഞാൻ ഭയന്നുപോയി ഡോക്ടർ ജോൺ. അതെ, ഞങ്ങൾ ഹാനോവർ വംശജരാണ്. അതൊക്കെ പഴയ കഥകൾ, വളരെ പഴയ കഥകൾ. അയാൾ കുലുങ്ങിച്ചിരിച്ചു. എമ്മ, നീ ഒരു പ്രഭുകുമാരിയാണെന്ന് ഇതുവരെ എന്തേ എന്നോട് പറഞ്ഞില്ല? ജോൺ വിടർന്ന കണ്ണുകളോടെ എമ്മയെ നോക്കി. അവളുടെ കുലീനമായ പെരുമാറ്റത്തിൻ്റെ പിന്നിലെ രഹസ്യം അവൻ തിരിച്ചറിഞ്ഞു. എമ്മ അവളുടെ പ്രതികരണം ഒരു വിളറിയ പുഞ്ചിരിയിൽ ഒതുക്കി. സുന്ദരമായ അവളുടെ മുഖത്ത് തിങ്ങി നിന്ന വിഷാദച്ചായ മെഴുകുതിരികളുടെ മ്ലാന വെളിച്ചത്തിൽ അലിഞ്ഞു.
തിരിച്ച് ഹോട്ടലിലേക്ക് പോകുവാനായി ജോൺ എഴുന്നേറ്റു. മിസ്റ്റർ വോൾട്ടറിനും എമ്മായ്ക്കും കൈകൊടുത്തു കഴിഞ്ഞപ്പോൾ മിസ്സിസ് ഏഞ്ചല വോൾട്ടർ അടുത്തു വന്നു. ജർമ്മൻ ഭാഷ മാത്രം സംസാരിക്കുന്ന അവർ പുഞ്ചിരിക്കുക മാത്രമല്ലാതെ അവനോട് അതുവരെ ഒന്നും സംസാരിച്ചിരുന്നില്ല. അവൾ വന്ന് അവൻ്റെ വലതുകരം 2 കൈകൾ കൊണ്ടും പിടിച്ച് അവൻ്റെ കണ്ണുകളിൽ നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ അതിസൗമ്യമായി പറഞ്ഞു, "സോൺ ച്യൂസ് ഓഫ് വിഡേർസെയിൻ." മിസ്സിസ് ഏഞ്ചല വോൾട്ടർ അത്രമാത്രം പറഞ്ഞ് പിൻവാങ്ങി. ആ ജർമ്മൻ വാക്കുകൾ അവൻ്റെ മനസ്സിൻ്റെ ഇടനാഴികളിൽ എങ്ങോ പ്രതിധ്വനിച്ചു. സോൺ ഓഫ് വിഡേർസെയിൻ. "ജോൺ, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നറിഞ്ഞു. അതിനു മുമ്പ് എനിക്ക് താങ്കളെ കാണുവാൻ കഴിയുമോ?" എമ്മയാണ് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ഫോൺ കോൾ. "തീർച്ചയായും എമ്മ. ഞാൻ എവിടെയാണ് വരേണ്ടത്?" "ഞാൻ ഈ ആഴ്ച ലണ്ടനിലേക്ക് വരുന്നുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ലണ്ടൻ ടവർ ബ്രിഡ്ജിനടുത്തുള്ള പെർക്കിൻ റിവല്ലറിൽ വെച്ച് കാണാം." ശരി, ഞാൻ വരാം എമ്മ." ജോൺ ഫോൺ കട്ട് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എമ്മ ലിവർപൂളിന് മടങ്ങിപ്പോയിരുന്നു. അവിടെ സ്കൂൾ ഓഫ് മെഡിസിനിൽ ജോലി നോക്കുകയാണ്. ജന്മദിനം ഓർമ്മ വെച്ച് അവളെ ആശംസ അറിയിച്ചിരുന്നു. അതുകൂടാതെ 1-2 തവണ വിളിച്ചിരുന്നു, അത്രമാത്രം. ഇടയ്ക്ക് വിളിക്കണമെന്ന് പലവട്ടം ആഗ്രഹിച്ചുവെങ്കിലും ഗവേഷണത്തിൻ്റെ തിരക്കും ടെൻഷനും കാരണം നടന്നില്ല. ട്രെയിൻ ഇറങ്ങി ക്വീൻസ് വോക്കിലൂടെ ജോൺ വേഗം നടന്നു. കൃത്യം 4 മണിക്ക് തന്നെ പെർക്ക് റിവല്ലറിലെത്തി. റിസപ്ഷനിലെ ജോലിക്കാരൻ റോഡിനരികെ കാത്തു നിന്നിരുന്നു. "ഡോക്ടർ ജോൺ?" അയാൾ ചോദ്യരൂപേണ നോക്കി. ജോൺ തലയാട്ടി. അവൻ അയാളുടെ പുറകെ ചെന്നു. തെംസ് നദിക്ക് നേരെയിട്ടിരുന്ന ടേബിളിൽ എമ്മ ഇരുന്നിരുന്നു. അവിടെ ഇരുന്നാൽ നദിയിലൂടെ നീങ്ങുന്ന നൗകകളും പ്രശസ്തമായ ലണ്ടൻ ബ്രിഡ്ജും കാണാം. "എമ്മ, ഞാൻ വൈകിയോ?" വാച്ചിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. "ഏയ് ഇല്ല, ഞാൻ നേരത്തെ എത്തിയെന്നേ ഉള്ളൂ." അവൾ എഴുന്നേറ്റ് കൈനീട്ടിക്കൊണ്ട് തുടർന്നു. "ഗെലോട്ട് സീ ഗോട്ട്." അത് കേട്ട് ജോൺ അമ്പരന്നു. "എമ്മ, നീ എന്താ ഈ പറഞ്ഞത്?" കേട്ടത് വിശ്വസിക്കാതെ അവൻ അവളെ മിഴിച്ചു നോക്കി. എമ്മ പുഞ്ചിരിച്ചു. "ജോൺ, നിങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചു. അതിലേറെ എൻ്റെ മമ്മയും. നിങ്ങൾ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നേരിൽ കണ്ട് വിവരം പറയാമെന്ന് കരുതി. ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ് മൈ സേവിയർ. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ രക്ഷകനെ കണ്ടെത്തി." അവളുടെ വാക്കുകളിൽ ദിവ്യമായ ഒരു ശാന്തത. "എമ്മ, ദിസ് ഈസ് റിയലി എ സർപ്രൈസ്." ജോൺ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ചിന്തകളും ഓർമ്മകളും പുറകോട്ട് പറന്നു. സംവാദങ്ങളും സംഭാഷണങ്ങളും യോർക്കിൽ നിന്ന് ലിവർപൂളിലേക്കുള്ള യാത്രയും എല്ലാം. വെയിറ്റർ കൊണ്ടുവന്നു വച്ച സൺഡേ റോസ്റ്റും യോർക്ക്ഷയർ പുഡിങ്ങും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തെംസിന് നേരെയുള്ള വലിയ ജനാലയിലൂടെ അല്പമകലെ നദിയിൽ നങ്കൂരമിട്ടിരുന്ന HMS ബെൽഫാസ്റ്റ് എന്ന യുദ്ധക്കപ്പലിനെ നോക്കിയിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്കെതിരെ പ്രതിരോധത്തിനിറങ്ങിയ HMS ബെൽഫാസ്റ്റ് ഇന്ന് ഇംപീരിയൽ വാർ മ്യൂസിയമായി തെംസിൽ സ്ഥിരമായി നങ്കൂരമിട്ടിരിക്കുന്നു. അവൻ എമ്മയെ നോക്കി. അവൾ അകലെ ചക്രവാളത്തിൽ പറന്നു നടക്കുന്ന മീവൽ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ മനസ്സ് എമ്മയ്ക്ക് മുന്നിൽ തുറക്കുവാൻ സമയമായി എന്ന് ജോണിന് തോന്നി. അവൻ തുടങ്ങുന്നതിന് മുമ്പ് എമ്മ പറഞ്ഞു, "ജോൺ, ഞാൻ ലിവർപൂൾ സ്കൂൾ ഓഫ് മെഡിസിനിൽ നിന്നും രാജിവെച്ചു. പാപ്പുവ ന്യൂഗിനിയയിലേക്ക് പോവുകയാണ്. 2 വർഷത്തേക്ക് ഒരു മിഷണറി ഡോക്ടറായി." ജോൺ അത് കേട്ട് അത്ഭുതപ്പെട്ടു. "എമ്മ, ഇത്ര നേരത്തെ അങ്ങനെ ഒരു തീരുമാനം?" "എല്ലാം നന്നായിരിക്കുമ്പോൾ, ആരോഗ്യവും ബലവുമുള്ളപ്പോൾ യജമാനു വേണ്ടി എന്തെങ്കിലും അർത്ഥപൂർണമായി ചെയ്യാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു." അവൾ തെംസിലൂടെ ഓളങ്ങളെ മുറിച്ച് മുകളിലേക്ക് പാഞ്ഞുപോയ ഒരു സ്പീഡ് ബോട്ടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ അവൻ കണ്ണുമിഴിച്ചിരുന്നു പോയി. ഒരു നിരീശ്വരവാദിയുടെ രൂപാന്തരം, അതിനേക്കാളുപരി മിഷണറി ദൗത്യത്തെക്കുറിച്ചുള്ള അവളുടെ ബോധ്യം, അത് അവനെ സ്തബ്ധനാക്കി. തനിക്കിതുവരെ ലഭിച്ചിട്ടില്ലാത്ത ആ വലിയ ദർശനം ഇത്ര നേരത്തെ അവൾക്ക് ലഭിച്ചതോർത്ത് അവൻ ആശ്ചര്യപ്പെട്ടു. കുറച്ചു നേരം അവൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു. എന്തൊക്കെയോ തീർച്ചകളും തീരുമാനങ്ങളും ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. "എമ്മ, ഞാൻ കേൾക്കുവാൻ ആഗ്രഹിച്ചതൊക്കെയാണ് നീ ഇപ്പോൾ പറയുന്നത്. ഞാനും ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു." "എന്താണ് ജോൺ?" അവൾ മിഴികൾ ഉയർത്തി. "അന്ന് നീ യോർക്കിൽ നിന്ന് വരുമ്പോൾ ബസ്സിൽ വെച്ച് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം." "എമ്മ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്." അവളൊന്നും മറുപടി പറയാതിരുന്നപ്പോൾ അവൻ ഉത്സാഹത്തോടെ തുടർന്നു. "വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്." അവൾ നിശബ്ദയായി. നിലത്ത് വിരിച്ചിരുന്ന പരവതാനിയിലെ ചിത്രങ്ങളിലൂടെ അവളുടെ കണ്ണുകൾ അലഞ്ഞു.
എന്താ എമ്മ നീ ഒന്നും പറയാത്തത്? അവൻ അക്ഷമനായി. പക്ഷേ ജോൺ, എൻ്റെ കൺവിക്ഷൻസ്, പ്രയോറിറ്റീസ് അത് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. താൻ പണ്ട് പറഞ്ഞ വാക്കുകൾ തന്നെ തൻ്റെ നേരെ തിരിയുന്നത് ജോൺ തിരിച്ചറിഞ്ഞു. എമ്മ പിന്നെ ഒന്നും സംസാരിച്ചില്ല. അവൻ ചോദിച്ചതുമില്ല. അവൻ്റെ മനസ്സ് ആകെ അശാന്തമായി. അവൻ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. നദിക്കരയിൽ നിന്നിരുന്ന മേപ്പിൾ മരങ്ങളുടെ ഇലകൾക്ക് നിറം മാറ്റം വന്നിരിക്കുന്നു. ശരത്കാലം കഴിയാറായി. ഇനി നിറങ്ങൾ വേഗം മറയും, ഇലകൾ കൊഴിയും. മെല്ലെ മെല്ലെ മരങ്ങൾക്ക് ഇലകൾ നഷ്ടമാകും. ശിശിരമെത്തും. അനസ്യൂതം പെയ്തിറങ്ങുന്ന മഞ്ഞിൽ ഇലകളുടെ കൂട്ടില്ലാതെ മരങ്ങൾ ഒറ്റയ്ക്ക് വിറച്ച് വിറങ്ങലിച്ച് നിൽക്കും, ശിശിരം കഴിയും വരെ. ജോൺ, അവൻ തിരിഞ്ഞു നോക്കി. എമ്മ മേശപ്പുറത്ത് എന്തോ ഒപ്പിട്ട് ഒരു എൻവലപ്പിൽ വെച്ച് എഴുന്നേറ്റു. അവൾ അവൻ്റെ നേരെ നടന്നു വന്ന് അത് അവൻ്റെ കയ്യിൽ വച്ചു. ജോൺ, ഇത് എൻ്റെ ഒരു സമ്മാനമാണ്. ഒരുപക്ഷെ സമ്മാനമെന്ന് പറയുവാനാകുമോ എന്ന് എനിക്കറിയില്ല. മനസ്സോടെ അല്ലെങ്കിലും അവളെ വേദനിപ്പിക്കാതിരിക്കുവാൻ അവനത് വാങ്ങി. 100 പൗണ്ടിൻ്റെ ഒരു ചെക്ക്, അല്ല എങ്കിൽ ഏറിയാൽ 500 പൗണ്ടിൻ്റെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ചരമോപകാരം. അവൻ അത് ബ്ലേസറിൻ്റെ പോക്കറ്റിലിട്ടു. എമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തെ ലോബി വരെ അവൾ അവനെ അനുഗമിച്ചു. പിന്നെ അവൾ അവിടെ നിന്നു. ബൈ. അവളുടെ യാത്രാമൊഴി ശാന്തമായിരുന്നു. ബൈ എമ്മ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. അവൻ ഇറങ്ങി നടന്നു. അവൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പൺ ലോബിയുടെ കൈവരിയിൽ പിടിച്ചു നിന്നു. ജോൺ ട്യൂബ് റെയിൽ സ്റ്റേഷനിലേക്ക് പതിയെ നടന്നു. ടവർ ബ്രിഡ്ജിന് സമീപമെത്തിയപ്പോൾ ത്രാഷ് ബിൻ വഴിയോരത്ത് ഇരിക്കുന്നത് കണ്ട് അവൻ നിന്നു. തൻ്റെ കയ്യിലിരിക്കുന്ന സമ്മാനത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് അറിഞ്ഞ് അത് കളയുവാനായി ത്രാഷ് ബിന്നിൻ്റെ അടുത്തേക്ക് നടന്നു. കളയുന്നതിന് മുമ്പ് ചെക്ക് പുറത്തെടുത്ത് കീറിക്കളയുവാൻ അവൻ എൻവലപ്പ് തുറന്നു. ഒരു ചെറിയ കടലാസ് തുണ്ട് മാത്രമായിരുന്നു അതിൽ. അത് അവൻ തിരിച്ചു മറിച്ചു നോക്കി. അതിൽ എന്തോ കുത്തിക്കുറിച്ചിരുന്നു. ജോൺ, ഞാൻ പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ എനിക്കായി കാത്തിരിക്കുമെങ്കിൽ. ഒപ്പ് എമ്മ. അവൻ തിരിഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് നോക്കി. അവൾ നിന്ന ലോബി ശൂന്യമായിരുന്നു. ഒരു കൂട്ടം പ്രാവുകൾ അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ നീല നിറമുള്ള സസ്പെൻഷൻ ബാറുകൾക്കിടയിലൂടെ ആകാശത്തേക്ക് പറന്നുപോയി. നദിക്ക് മുകളിൽ അങ്ങകലെ ഒരു മഴവില്ല് മെല്ലെ മെല്ലെ തെളിഞ്ഞു വന്നു. മനസ്സിൻ്റെ കാണാമറയത്ത് ആരോ ജർമ്മൻ ഭാഷയിൽ പതിയെ മന്ത്രിക്കുന്നു. സോൺ ഓഫ് വിഡേർഷെയിൻ.